വീട്ടിലെ പ്രശ്നങ്ങൾ സാധാരണ വാങ്ങാൻ പോകണം. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ പർച്ചേസിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വമ്പൻ പർച്ചേസിങ്ങിന് നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം വീട്ടിലുള്ള മുക്കാ ഭാഗം സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി പോവലുള്ളതും. കാരണം മാസത്തില് ഒരു പ്രാവശ്യം സാധനം വാങ്ങുള്ളൂ എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ്. അതിൽ ഇനി എന്തെല്ലാം സാധനങ്ങളാണോ കഴിയണത് അതങ്ങനെ ലിസ്റ്റ് എഴുതി വെക്കും ചെയ്യും. എന്നിട്ട് പിന്നെ പോവാണ് ചെയ്യലുള്ളത്. അല്ലാതെ ഇടയിൽ ഇങ്ങനെ പോയിക്കാണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരിക അങ്ങനത്തെ ശീലം എനിക്ക് ഇല്ല. ആദ്യമൊന്നും എനിക്ക് ഇങ്ങനത്തെ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നോ. ഞാൻ എന്ത് ചെയ്യല് വെച്ചാല് നമ്മൾ പോയി വാങ്ങിച്ചു കൊണ്ടുവരും ചെയ്യും. പിന്നെ കഴിയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് ഷോപ്പിലൊക്കെ പോയിക്കാണ്ട് അങ്ങനെ വാങ്ങിക്കാണ് ചെയ്യലുള്ളത്. അങ്ങനെ ഒരു ദിവസം കേട്ടോ ഇക്ക എന്നോട് പറയണത്, ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും ചെയ്യും, എന്നാ എനിക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ അപ്പൊ തന്നെ അവിടുന്ന് വാങ്ങിക്കൂടെ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പിന്നെയും ഇങ്ങനെ കടയിലേക്ക് പോണതൊരു ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ആദ്യം പിന്നെ ഇങ്ങനെ ചീത്ത പറയായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങാന്ന് പറയുമ്പോ നമ്മള് ഒരു ഒറ്റക്കൊക്കെ ആവുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് കൂടിയിരുന്ന ഉടനെയുള്ള ഒരു സമയവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യം എന്ന് സാധനം കഴിയണോ പോയി വാങ്ങണോ പിന്നെ എന്തെങ്കിലും കഴിയും അത് അപ്പൊ പറയും കൊണ്ടുവരും. ഏതായാലും ഒരു പുറത്ത് പോയി വരുമ്പോ കൊണ്ടുവരാലോ എന്നുള്ള വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുവരല്ലോ എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അല്ലാതെ ഇതിങ്ങനെ ഒന്നാകെ പോകുമ്പോ ഫുള്ളും സാധനം വാങ്ങാന്നുള്ളൊരു ഇതോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടാവലില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്യലുള്ളത്. പോകുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും വാങ്ങാനുള്ളത് അവിടുന്ന് തന്നെ വാങ്ങും. പിന്നെ എന്താ ആ ഒരു മാസം കഴിഞ്ഞിട്ടേ അടുത്ത സാധനത്തിന് പോകുള്ളൂ നിൽക്കണം ഇപ്പൊ ഞാന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവരോട് ഇങ്ങനെ നമ്മളെ പാർട്ണറോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ ഓർക്ക് ചിലപ്പോൾ ഈ ജോലിന്റെ തിരക്കോ പുറത്തുള്ള വല്ല തിരക്കോ കാര്യങ്ങളോ ഒക്കെ ആയിക്കാരം അല്ലെ. അപ്പോ അതിന്റെ കൂടെ ഇതും കൂടി പറയുമ്പോൾ നമുക്ക് അവിടുന്ന് കേൾക്കാനുള്ള ചീത്ത ഉണ്ടാവും. അതിലേറെ നല്ലത് നമ്മൾ ഏതായാലും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു ദിവസം പോകുന്നുണ്ടല്ലോ അന്നെ ഇതൊക്കെ വാങ്ങാലോ എന്നുള്ളൊരു ഇത് മൈൻഡിലാണ് ഞാൻ ഇപ്പൊ സാധനത്തിനൊക്കെ വേണ്ടിയിട്ട് പോകലുള്ളത്. അങ്ങനെ ഞങ്ങള് സാധനം വാങ്ങാൻ വേണ്ടി പോയത് ബഡ്ജറ്റിക്കാണ്. ബഡ്ജറ്റിക്ക് സാധനം വാങ്ങാൻ ഞങ്ങൾ പോവലുള്ളതും ബഡ്ജറ്റിക്ക് തന്നെയാണ്. അവിടെ ഓഫറുള്ള ദിവസം നോക്കിയിട്ടാണ് ഞങ്ങൾ പോവലുള്ളത്. തിങ്കളും വ്യാഴമൊക്കെയാണ് പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടാവുക. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കൂടുതൽ വാങ്ങാൻ ഉണ്ടാവുക പച്ചക്കറികളും ആയിരിക്കും. കാരണം തക്കാളിയോ വല്യുള്ളിയോ അരി അങ്ങനെ അതായത് ഈ ബിരിയാണി അരിയോ മന്തി അരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. അതിനൊക്കെയുള്ള ഓഫറുള്ള ഒരു ദിവസമാണ് തിങ്കളും വ്യാഴം എന്ന് പറയുന്നത്. അന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. മോൾ അവിടെ എത്തിക്കന്നെ ട്രോളിയൊക്കെ ഓളന്നെ ഉന്തണം. ഓക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം മോൾ അതിൽ നിറച്ച് വെച്ചിട്ടുണ്ടാകും. പിന്നെ ഇതൊക്കെ നമ്മൾ കാണപ്പോഴാന്നറിയോ ബില്ലിങ് ആവണ സമയത്താണ് ഞാൻ ഇതൊക്കെ എടുത്തിടല്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ എടുക്കണ്ടൊക്കെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഓളെ വിടും ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഓലെ കരയിപ്പിച്ചാല് ഓലെ ആ ഒരു മൈൻഡ് മാറ്റി കഴിഞ്ഞാല് പിന്നെ നമ്മളെ ഷോപ്പിങ്ങിന് ഒരു ഉഷാറുണ്ടാവൂല, ഓൽക്കും ഒരു ഉഷാറുണ്ടാവില്ല. പിന്നെ കുട്ടികളും തന്നെ ഇതൊരു എൻജോയ്മെന്റ് ആക്കിയിട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചുകാണ്ട് ഓക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എനിക്ക് പൊറുക്കിട്ടോട്ടെ വിചാരിച്ചുകാണ്ട് വെക്കലാണ്. അല്ലാതെ ഞാൻ അപ്പം എടുത്തിടൂല. പക്ഷെ ബില്ലിങ്ങിന്റെ സെക്ഷനിൽ എത്തുമ്പോൾ ഞാൻ ഓരോട് പറയും കുട്ടീനെ വേറെ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഓരോരുത്തർ കുട്ടീനെ കൊടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഞാൻ മാറ്റിയിടലാണ്. ഇന്നിപ്പോൾ ആ കള്ളക്കളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതില്. അപ്പൊ ആ ബോള് ഞാൻ വലിയ സാധനമാണല്ലോ. പക്ഷെ ഓള് പുസ്തകങ്ങൾ അങ്ങനത്തൊക്കെയാണ് അല്ലെങ്കിൽ എടുക്കല്, മിഠായി അങ്ങനത്തെ ഒക്കെ മാറ്റിയാൽ അറിയലില്ല. പിന്നെ വീട്ടിൽ വന്നാലും ഉള്ളത് ചോദിക്കൂലട്ടോ. അത് ഓരോ ഭയങ്കര ഇതാണ്. അങ്ങനത്തെ ചോദിക്കുന്ന കുട്ടികളാകുമ്പോൾ എത്രത്തോളം സക്സസ് ആവോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം ഓള് ചോദിക്കൂല. ഓളെടുത്ത കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് എടുത്തിടാം. ഇന്നിപ്പോ പന്ത് ഓള് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വാങ്ങിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കലും കഴിഞ്ഞിങ്ങനെ നമ്മളെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ അതിന് ഇക്ക വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു സാധനങ്ങളൊക്കെ വണ്ടീന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റുന്നുണ്ട്. ഇന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുള്ളത് ഞാനും ഇക്കയാണ് അല്ലെങ്കിൽ പോവലുള്ളത്. ഇന്ന് കുട്ടികളെല്ലാരും പോന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. കുറച്ചൊക്കെ കുട്ടികൾ പോന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹെൽപ്പായും ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടീനെ നോക്കാനും ആണല്ലോ ഒരാളെ. പിന്നെയാണ് പറഞ്ഞത് ഇക്കാക്ക് ഇങ്ങനത്തെ ഷോപ്പിങ്ങിനോട് കാര്യങ്ങളോട് നമ്മളോട് ഇങ്ങനെ വാങ്ങിച്ചോളി എന്ന് പറയെങ്കിലും ഒരുപാട് ഇഷ്ടമില്ലാത്തൊരു സംഗതി ഈ ഷോപ്പിങ്ങിന് പോകാന്നുള്ളത്. കാരണം 1 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് ഷോപ്പിങ്ങിന് എന്തായാലും വേണ്ടി വരും. അപ്പൊ ഇക്ക പുറത്തെവിടെയെങ്കിലും പോയി നിൽക്കുക അല്ലെങ്കിൽ കുട്ടീനെ നോക്കാൻ ഞങ്ങൾ എന്താ ഒറ്റക്കാണെങ്കിൽ കുട്ടീനെ നോക്കുന്ന കാര്യങ്ങൾ ഇക്കടെ ഏറ്റെടുക്കുകയാണ് ചെയ്യലുള്ളത്. അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ പോരുന്ന സമയത്ത് എന്താണ് കുട്ടികളൊക്കെ ഒപ്പമുള്ളതാണല്ലോ, ഇനി ഓർക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് തന്നെ പോവാന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്.
ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് തന്തൂരട്ടോ അങ്ങനെ എന്ത് അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോയപ്പോഴേ ഇതൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാലോ ഓരോ സാധനത്തിന് മെനു ഇങ്ങനെ തരുന്ന സമയത്തൊക്കെ മോൾ അതേ മൈൻഡിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു തോന്നണോ. പക്ഷെ ഞങ്ങള് പറഞ്ഞു ഓക്കിപ്പോ കാര്യമായിട്ട് ഇപ്പൊ നമ്മൾ ചോദിക്കലൂല്ല, എന്താ ഏതാണെന്നൊന്നും അറിയൂല്ലല്ലോ വിചാരിച്ചുകൊണ്ട് ഞങ്ങള് പൊറാട്ടയും ബട്ടർ ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ വന്ന പാടെ മോള് പറയാണ് എനിക്ക് ബട്ടർ ചിക്കനും വേണ്ട പൊറാട്ടയും വേണ്ട, എനിക്ക് മന്തി വേണമെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഓള് പറയലില്ല. അപ്പൊ പിന്നെ ഓക്ക് വേണ്ടിയിട്ട് പീസൊന്നും ഇല്ലാതെ റൈസ് മാത്രം വാങ്ങിയേക്കും. പീസും കാര്യങ്ങളും അങ്ങനെ ഒന്നും കഴിക്കൂല, റൈസും കഴിച്ചിട്ടല്ല. പിന്നെ ഏതായാലും ഓള് പറഞ്ഞതല്ലേ ഇനി കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ, അതും ഓർഡർ ചെയ്ത്. അപ്പൊ അങ്ങനെ ഓളൊരു താത്താക്കും അപ്പൊ പൊറാട്ട വേണ്ടെന്ന് പറഞ്ഞപ്പോ ഓള് രണ്ടാളും കൂടി അത് കഴിച്ചിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മള് എല്ലാരും കൂടി ഇങ്ങനെ നമ്മള് രണ്ടാളും ഒറ്റക്കാണ് പോകുന്നത്. ഇങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഒക്കെ ആവോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നോക്കുമ്പോ റൈസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ റൈസ് പറഞ്ഞതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചത് എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഉണ്ടല്ലേ കഴിക്കാന്. അപ്പൊ എല്ലാരും കൂടി ഇങ്ങോട്ടാവുമ്പോ എല്ലാം കഴിച്ചു തീർന്നോളും വിചാരിച്ചിട്ടാണ്. കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട്. മോളും തന്നെ അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത കോലത്തിലൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒത്തുകൂടി ഫുഡ് കഴിക്കുക, അങ്ങനെ ഷോപ്പിങ്ങിന് പോവുക എന്നുള്ളതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാരും കൂടി കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ എല്ലാരും കൂടി കൂടിയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയണത് ഞാൻ സ്വന്തം പോയി ചെയ്യണ്ടില്ലേറെ എനിക്കിഷ്ടം അങ്ങനത്തെ ഓരോ സംഗതികളാണ്. പിന്നെന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഒരു കൂടി ഇരിക്കുമ്പോ തന്നെ നമ്മൾ ഒരുപാട് നമ്മളെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് പറഞ്ഞല്ലേ വമ്പൻ ഷോപ്പിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടില്ലേ, നട്ടിച്ച് സാധനങ്ങൾ മുഴുവൻ വാങ്ങിയതാണ്. ഇത് മാത്രല്ല പിന്നെ സർപ്പും പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ, മേലെ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ താഴേക്കുള്ള സാധനങ്ങൾ അടുക്കളയ്ക്കുള്ള സാധനങ്ങളാണ് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ ഇതൊക്കെ ഇങ്ങനെ വെച്ചു എന്നല്ലാതെ ഫ്രിഡ്ജിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ കവർന്ന് ഒഴിച്ചിട്ടാനുള്ള മൂടൊന്നുമില്ല. വയറ് നിറഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം ഒന്നോട് ഉറങ്ങുക എന്നുള്ളതാണ്. പിന്നെ വന്നതിന്റെ ശേഷം വയറൊക്കെ നല്ല ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉറങ്ങാൻ വേണ്ടി ഇന്ന് പിറ്റത്തെ ദിവസമാണ് ഞാൻ ഇതൊക്കെ എടുത്തു വെക്കുന്നുള്ളത്. ഞാൻ ഈ സാധനങ്ങളൊന്നും ഇങ്ങനെ ഫ്രിഡ്ജിക്ക് അങ്ങനെ വെക്കലൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇന്ന് ഇത് പച്ചക്കറി കൊണ്ടുവന്ന് അതായത് ഷോപ്പിംഗ് കഴിഞ്ഞ് പിറ്റത്തെ ഇതൊന്നും അടുക്കി വെക്കാനോ അല്ലെങ്കിൽ പാത്രത്തിൽ വെക്കാനോ എന്നുള്ളൊരു മൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആകെ ക്ഷീണിച്ചൊരു മട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിപ്പോ ഇങ്ങനെ വെക്ക ഫ്രിഡ്ജിക്ക്, അല്ലെങ്കിൽ കേടൊന്ന് പോലെ കവറിൽ അങ്ങനെ പുറത്ത് വെച്ചാൽ എഴുതിയിട്ട് ഫ്രിഡ്ജിക്ക് ജസ്റ്റ് ഒന്ന് വെക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അല്ലാതെ അല്ലെങ്കിൽ ഞാൻ വെക്കലുള്ളത് തോത്തി തക്കാളി ഒക്കെ ആണെങ്കിൽ ഒരു മൂടിയുള്ള പാത്രം എടുത്തിട്ട് അതിക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ഓരോന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് തോത്തിയിട്ട് അതിന്റെ തായും പേപ്പർ വിരിച്ചതിന് ശേഷമാണ് ഞാൻ എല്ലാം വെക്കലുള്ളത്. ഇന്ന് പിന്നെ എനിക്ക് അതിനൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് അതൊക്കെ എടുത്തിട്ട് വേറൊരു ദിവസം അങ്ങനെ തോത്തിയൊക്കെ വെക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെന്ന് പറഞ്ഞാല് ഫ്രിഡ്ജിക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെക്കണോടത്തേക്ക് കുപ്പിക്കൊന്നും അയച്ചിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ വയ്യ, കാരണം ഇതൊക്കെ ഒരു കവറിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ കേടൊന്നും വരൂലല്ലോ, കവറിലാക്കി വെക്കുന്നുണ്ട്. ഇനി അത് പിന്നെ മാണ്ടും പോലെ കവറിനൊക്കെ പൊട്ടിച്ച് കുപ്പിയിലൊക്കെ ആക്കി വെക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ വമ്പൻ ഗ്രോസറി ഷോപ്പിംഗിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് കൂടി ചെയ്യണേ.